إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കച്ചവടം, അതേപോലെ തന്നെ ജോലികൾ, ഇത്തരം മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ്. സമ്പാദിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായിരിക്കും. സമ്പത്തിനു വേണ്ടി വിവിധ രൂപത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന, അതേപോലെ തന്നെ ജോലികൾ നോക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. നമുക്കൊക്കെ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. നമ്മുടെ സമ്പത്തിന് പരിശുദ്ധ ഇസ്ലാം പരിധി നിശ്ചയിച്ചിട്ടില്ല. നാം സമ്പാദിക്കുന്ന മേഖലകൾ, അത് കച്ചവടമാകട്ടെ ജോലികളാകട്ടെ, അത് ഹലാലായ രൂപത്തിലുള്ളതായിരിക്കണം എന്ന നിബന്ധന മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടങ്ങളെ ഹലാലാക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു എന്ന. കച്ചവടം അത് ഏത് രൂപത്തിലുള്ള ഹലാലായ ഏത് രൂപത്തിലുള്ള മേഖലകളിലേക്കും നമുക്ക് മുന്നോട്ടു പോകുവാനുള്ള അനുവാദമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരായ ആളുകളും സ്വഹാബികളും കച്ചവടങ്ങൾ ചെയ്ത് ജോലികൾ ചെയ്ത് അവരവരുടെ ഉപജീവന മാർഗങ്ങൾ
കണ്ടെത്തിയവരായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാരൻ. സക്കരിയ നബി ആശാരിപ്പണി എടുത്തുകൊണ്ടാണ് തന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടങ്ങൾ ചെയ്തു ആടുകളെ മേച്ചുകൊണ്ടാണ് തന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. ഒരു ജോലിയും ഒരു കച്ചവടവും മോശമല്ല, അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്. നമ്മുടെ റിസ്ക് നമ്മൾ തന്നെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ധനം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല രൂപമാണ് കച്ചവടം എന്നുള്ളത്. ആ കച്ചവടത്തിൽ പാലിക്കേണ്ട ഒരുപാട് ഇസ്ലാമികപരമായ മര്യാദകളുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ ഹറാമായത്, അള്ളാഹു നിഷിദ്ധമാക്കിയത് നമ്മൾ വിൽപ്പന നടത്താൻ പാടില്ല എന്ന്. അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ മദ്യം, അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ, അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയത്. അത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ കച്ചവടം നടത്താൻ പാടില്ല എന്ന്. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹം മദീനയിലെ ഏറ്റവും വലിയ മദ്യം കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യം നിരോധിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ കച്ചവട ആവശ്യാർത്ഥം വീപ്പകളിൽ ധാരാളക്കണക്കിന് മദ്യം ശേഖരിച്ചു വച്ചിരുന്നു എന്ന ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ മദ്യം ഹറാമാക്കി നിഷിദ്ധമാക്കി എന്ന വചനം ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കച്ചവടം മദ്യവിൽപ്പനയായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു കച്ചവടത്തിലേക്ക് തിരിയുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കച്ചവടത്തിൽ അബൂ ത്വൽഹക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ എന്ന്. അദ്ദേഹം മരിക്കുന്നത് വരെ ആ കച്ചവടത്തിൽ ധാരാളക്കണക്കിന് സമ്പത്ത് നേടിയെടുക്കാൻ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ആദ്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് ഹറാമായത്, നിഷിദ്ധമായത് നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് കച്ചവടങ്ങളിൽ ലാഭമെടുക്കാം, കൊള്ള ലാഭമെടുക്കരുത്. അമിതമായി ആളുകളുടെ അടുക്കൽ നിന്ന് സമ്പത്ത് നമ്മുടെ കച്ചവടങ്ങളിൽ ഈടാക്കാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഒരു വസ്തു വിൽപ്പന നടത്തുമ്പോൾ അത് ഏതാകട്ടെ, അതിനൊരു ന്യൂനതയുണ്ട് എങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പാടില്ല എന്ന്. നമ്മളൊരു സ്ഥലം വിൽക്കുകയാണ്, ഒരു വാഹനം വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, ഏത് ഉൽപ്പന്നാകട്ടെ, അതിന് ഒരു ന്യൂനത ഉണ്ട് എങ്കിൽ, ഒരു റൈബ് ഉണ്ട് എങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്താൽ അതിൽ നമുക്കൊരു ബർക്കത്ത് ഉണ്ടാവില്ല. വാങ്ങാൻ വരുന്ന ആൾക്ക് നാം കച്ചവടം നടത്തുന്ന ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് അയാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കച്ചവടം നടത്തിയാൽ അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകർ ഒരിക്കൽ മദീനയിലെ മാർക്കറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, നമ്മളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ചരിത്രമാണ്. അവിടെ ഒരുപാട് കച്ചവടക്കാരായ ആളുകളുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോതമ്പിന്റെ ധാന്യക്കൂമ്പാരം കണ്ടു. നല്ല ഭംഗിയിൽ അയാൾ അതിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ആ ധാന്യക്കൂമ്പാരത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അത് നനഞ്ഞ പോലെ അനുഭവപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവടക്കാരോട് പറഞ്ഞു, എന്താണ് ഇത്? അതേ മറുപടി പറഞ്ഞു, പ്രവാചകരെ, കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞതാ, അത് ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഞാൻ ഉണങ്ങിയ ഗോതമ്പ് വിതറിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പഠിപ്പിച്ചു കൊടുക്കണം, നിന്റെ കച്ചവട ഉൽപ്പന്നങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ട് എങ്കിൽ അത് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കച്ചവടം നടത്തുക. അങ്ങനെയാണ് എങ്കിൽ
ആ കച്ചവടത്തിൽ, അതിലൂടെ നീ നേടിയെടുക്കുന്ന ലാഭത്തിൽ അല്ലാഹു തആല നിനക്ക് ബർക്കത്ത് നൽകും, ഐശ്വര്യം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾ, ഇന്നും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ ആമുഖം തന്നെ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അത്രത്തോളം നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന്. അതുപോലെ തന്നെ ആളുകൾ പരസ്പരം കൂട്ടുകച്ചവടം നടത്തും. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ നാടുകളിലൊക്കെ അറിയപ്പെടുന്ന ഷെയറുകളൊക്കെ വിറ്റ് നമ്മൾ പരസ്പരം ബിസിനസ്, ഒരുപാട് ആളുകളെ ചേർത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് തന്റെ ഒരു സഹോദരനെ കൂട്ടിക്കൊണ്ട് ഒരു കച്ചവടം ആരംഭിക്കാൻ സാധിക്കുമെങ്കിൽ അത് അയാളെ സഹായിക്കലാണ്. പക്ഷേ അത്തരം കച്ചവടങ്ങൾ നമ്മൾ നടത്തുമ്പോൾ, ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു പങ്കാളിയെ ചേർക്കുമ്പോൾ അവർ പരസ്പരം വിശ്വാസത്തോടെ ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കും. ഇന്ന് 3-4 ആളുകൾ ചേർന്ന് ഒരു കച്ചവടം തുടങ്ങും. എന്നിട്ട് അതിലെ കൂട്ടത്തിൽ ഒരുത്തൻ വേറൊരാളെ, അതിലെ ഒരാളെ പറ്റിക്കും, വഞ്ചിക്കും. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഒരാളെ ചതിക്കുക എന്നുള്ളത്, തന്റെ ഒരു കൂട്ടുകാരനെ, ഒരു മുസ്ലിമായ നമ്മെ വിശ്വസിച്ച് നമ്മോടൊപ്പം കൂടിയ ഒരാളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണ് എന്ന മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഒരുപാട് ആളുകൾ അവരുടെ സ്വപ്നമായിരിക്കും വലിയ സംഖ്യകൾ നിക്ഷേപിച്ചുകൊണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ അവർ ആരംഭിക്കും. അങ്ങനെ പരസ്പരം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കൂട്ടത്തിലെ ഒരാൾ ചതിക്കുക എന്നത്. അത്തരത്തിലുള്ള ഒരു വിശ്വാസവഞ്ചന കച്ചവടങ്ങളിൽ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. കേടുവന്നത് വിൽപ്പന നടത്തണ പാടില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ, അതല്ലെങ്കിൽ ഒരു വസ്തു അത് കേടുവന്നിട്ടുണ്ട്, അത് നമുക്കറിയാം, അത് നമ്മൾ ഒരിക്കലും വിൽപ്പന നടത്താൻ പാടില്ല. കാരണം ആളുകൾ രോഗികളാകാൻ, ആളുകൾ നമ്മെ ശപിക്കാൻ, അത് ഇന്ന കടയിൽ നിന്ന് വാങ്ങിയതാണ്, അത് ഇന്ന ഹോട്ടലിലെ ഭക്ഷണമാണ്, ആ പേരിൽ ആളുകൾ നമ്മെ ശപിക്കുന്ന, നമുക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുന്ന രൂപത്തിലുള്ള കച്ചവടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ കച്ചവടം അറിയാത്ത ഒരാൾക്ക് അയാളുമായി കച്ചവടം നടത്തും. അങ്ങനെ പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വസ്തുവിന്റെ യഥാർത്ഥ വില അറിയില്ല, അതിന് മാർക്കറ്റിൽ എന്ത് വില കിട്ടും എന്ന് നന്നായി അറിയാം നമുക്ക്. അങ്ങനെ അയാളെ പറ്റിച്ചുകൊണ്ട് ചെറിയ വില നൽകി കച്ചവട ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈക്കലാക്കുക. അതാണ് കച്ചവടം അറിയാത്ത, ഒരു ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ വില അറിയാത്ത ഒരാളിൽ നിന്ന് അയാളെ പറ്റിച്ചുകൊണ്ട് നമ്മളൊരു വസ്തു വാങ്ങി അത് അധിക വിലക്ക് വിൽക്കുക. അത്തരം കച്ചവടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അതിന്റെ യഥാർത്ഥ മാർക്കറ്റ് വില നമുക്ക് അറിയാം. അത് അയാളെ ബോധ്യപ്പെടുത്തി, ഇതിന്റെ വില ഇന്നതാണ്, ഇത് നിങ്ങൾക്ക് എനിക്ക് എത്ര രൂപക്ക് നൽകാൻ സാധിക്കും, അത് അയാളെ ബോധ്യപ്പെടുത്തി. അതേപോലെ തന്നെ ഒരാൾ കച്ചവടം നടത്തിയതിന്റെ മുകളിൽ നമ്മൾ വേറൊരു കച്ചവടം നടത്തി. ഒരാള് ഒരു കച്ചവട ഉൽപ്പന്നം ഇങ്ങനെ വാങ്ങി വെച്ചു, അതിന്റെ വിലക്ക് നിശ്ചയിച്ചു, അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പൊ നമുക്ക് അതിങ്ങനെ നല്ലതായിട്ട് തോന്നും. ആ കച്ചവടം നടന്ന, കച്ചവടം ഉറപ്പിച്ച സ്ഥാപനത്തിന് നമ്മൾ അധിക വില നൽകി. വീണ്ടും അതിൽ കച്ചവടം പറയുന്നത് പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചതാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. കച്ചവടമാകട്ടെ, ബിസിനസ് ആകട്ടെ, അതിലെ സാമ്പത്തിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരാളെ പറ്റിച്ചുകൊണ്ട് 1 രൂപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിലൊരു ബർക്കത്തുണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവാണ് നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത്. ഒരാളെ പറ്റിച്ചുകൊണ്ട്, ഒരാളെ വഞ്ചിച്ച് അയാൾ അറിയാതെ 1 രൂപ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കലർന്നാൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സൽക്രമങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. ഒരാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അയാളുടെ വസ്ത്രം, അയാളുടെ ജീവിതം,
അയാൾ കഴിച്ച ഭക്ഷണം എല്ലാം ഹറാമായ മാർഗത്തിലൂടെ അയാൾ സമ്പാദിച്ചു വാങ്ങിച്ചതാണ്. പിന്നെ അയാൾ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അയാൾ ഹറാമിലൂടെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടമാകട്ടെ ജോലിയാകട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സംഖ്യകൾ അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഒരു രൂപ അല്ലെങ്കിൽ ഒരു സമ്പാദ്യം അനർഹമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അതുകൊണ്ട് ഒരു ഉപകാരവും നമുക്കുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലക്ക് ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധനം സമ്പാദിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ജോലി എന്നുള്ളത്. നമ്മളൊക്കെ പല ആളുകളും പല സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരു ജോലി എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോടുള്ള ബാധ്യതയാണ്. ചില ആളുകളൊക്കെ നമ്മളൊക്കെ ഒരു ഓഫീസിൽ ചെന്നാൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഓഫീസിൽ വരുന്ന ആൾ അയാൾ രോഗികളായിരിക്കും. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ ഒരു കടലാസ്, ഈ ഒരു പേപ്പർ ശരിയായാൽ അയാളുടെ കച്ചവടവും അതേപോലെ തന്നെ അയാളുടെ ജോലികളും മറ്റു ആവശ്യങ്ങളും രക്ഷപ്പെടും. പക്ഷെ പല ആളുകളും ചില ഓഫീസിലൊക്കെ ചെന്നാൽ ആ പേപ്പർ നാളെ വായോ, അല്ലെങ്കിൽ പിന്നീട് അതിൽ ഇന്ന പേപ്പർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ ഓഫീസർമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഓഫീസിലേക്ക് ഒരാൾ വരികയാണ്, അയാളുടെ അപേക്ഷയിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അതിലേക്ക് ഇനി ഒന്നും വരാനില്ല. അയാൾക്ക് ആ കാര്യത്തെ ശരിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന്. അയാൾക്ക് ആ പേപ്പർ ഒന്ന് ശരിയായാൽ അയാളുടെ ജീവിതത്തിലെ ഒരുപാട് ആവശ്യങ്ങൾ നടക്കും. ഇന്നും യുവാക്കളായ ആളുകൾക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കാൻ മടിയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ശരിയാക്കണമെങ്കിൽ ഒരുപാട് ഓഫീസുകളിൽ കയറിയിറങ്ങണം, അതിനൊരുപാട് സമയമെടുക്കും. അതിന്റെ പേരിൽ ഓഫീസിലുള്ള ആളുകൾ പ്രയാസപ്പെടുത്തും, കൈക്കൂലികൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ കാണേണ്ടി വരും. ഈ രൂപത്തിൽ ചിന്തിച്ച് ഒരു സ്വന്തമായി കച്ചവടം പോലും ആരംഭിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ആ ഹദീസ് എന്ന് പറഞ്ഞാൽ 2 വാചകമാണ്. ആ വാചകം മനോഹരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ ഒരാളെ പ്രയാസപ്പെടുത്തരുത്, നിങ്ങൾ ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ഒരാള് നിന്റെ അടുക്കലേക്ക് വന്നാൽ അവനെ എളുപ്പമാക്കി കൊടുക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിലൊക്കെ പല അനുഭവങ്ങളുണ്ടാവും. നമ്മള് ഒരു പേപ്പറുമായിട്ട് ഒരു ഓഫീസിൽ ചെന്നാൽ അത് വളരെ ഭംഗിയോടുകൂടി വളരെ കൃത്യതയോടുകൂടി അത് ശരിയാക്കി ഇതിന്റെ രൂപങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു തരുന്ന നല്ല ജോലിക്കാരെ, നല്ല ഓഫീസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മനസ്സിൽ അറിയാതെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, റബ്ബേ ഇയാൾക്ക് നല്ലത് വരുത്തണം, ഇയാൾക്ക് സന്തോഷങ്ങൾ നൽകണേ എന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. ആ രൂപത്തിൽ ആവശ്യമായി ഇന്നും ഓഫീസുകളിൽ കയറുന്ന ഒരുപാട് വയോധികരായ ആളുകൾ, അസുഖങ്ങളുമായി ഒരുപാട് ഓഫീസുകളുടെ സ്റ്റെപ്പുകൾ കയറിയിറങ്ങുന്ന, ഒരു പേപ്പർ ശരിയാകാൻ വേണ്ടി പ്രയാസപ്പെടുന്ന അനേകായിരം രോഗികളെ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എന്തിനാണ് അവരെ പ്രയാസപ്പെടുത്തുന്നത്? പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരാളെ അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുക, അയാളെ പ്രയാസപ്പെടുത്തരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ കൈക്കൂലികൾ കൊടുക്കുക. പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് കൈക്കൂലി കൊടുക്കുന്നതും നമ്മുടെ ശമ്പളത്തിന് പുറമെ, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള സാലറിക്ക് പുറമെ ആളുകളിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങുന്ന സംഖ്യകൾ അത് ഹറാമാണ് എന്ന്. നമ്മളത് വാങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ ഹറാമായ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ ആ സമ്പാദ്യം കൊണ്ട് ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ
നമ്മുടെ സ്ഥാപന മേധാവികളുടെ വിവിധ രൂപത്തിലുള്ള സംഖ്യകൾ നമ്മുടെ കൈകളിലൂടെ നമ്മൾ ഇങ്ങനെ പോകും. നമ്മുടെ ശൈത്താൻ പല രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരും. അതിൽ നിന്ന് അല്പം എടുക്കാം. അതേപോലെ തന്നെ അതിൽ നിന്നൊരു സംഖ്യ എടുത്താൽ നമ്മുടെ സ്ഥാപന മേധാവികൾ അറിയുകയില്ല എന്ന ശൈത്താനിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ തോന്നിപ്പിക്കും. ഒരിക്കലും ചെയ്യരുത്. ഒരാളുടെ സംഖ്യ അത് സംഘടനയുടേതാകട്ടെ, നമ്മുടെ കച്ചവടത്തിലെ മുതലാളിയുടേതാകട്ടെ, സ്ഥാപനത്തിൻ്റെതാകട്ടെ, ഒരു രൂപ പോലും ഹറാമായത് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വസ്ത്രങ്ങളിലേക്ക്, സമ്പാദ്യത്തിലേക്ക്, അതേപോലെ തന്നെ ഭക്ഷണത്തിലേക്ക്, റിസ്കിലേക്ക് വരാൻ പാടില്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് ആളുകൾ എന്താ അറിയൂ, വേഗം പലിശക്ക് പൈസ എടുക്കും. അതേപോലെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ ആരംഭിച്ചാൽ നമുക്ക് വലിയ പലിശക്ക് സംഖ്യകൾ നൽകാൻ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകും. പരമാവധി പലിശകളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് മേഖലയാട്ടെ, നമ്മുടെ കച്ചവടമാകട്ടെ, ജോലികളാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, ഏത് മേഖലകളിലും പലിശയെ തൊടിയിക്കാതെ, പലിശയുമായി ബന്ധമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. അതിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിത മാർഗം, ജീവിതത്തിന്റെ ഉപാധി എന്ന് പറഞ്ഞാൽ മദ്യ കച്ചവടമായിരുന്നു. അത് ഹറാമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞപ്പോൾ ലക്ഷങ്ങളുടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനേകായിരം സമ്പത്തിന്റെ ശേഖരിച്ചു വച്ച കച്ചവടം മുതൽ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകിയെന്ന്. നമ്മൾ ഇസ്ലാമികപരമായ മര്യാദകൾ നമ്മുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ജീവിതത്തിൽ പാലിച്ചാൽ അതിൽ അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് നൽകും, ബർക്കത്ത് നൽകും. ഈ ഒരു തിരിച്ചറിവോടുകൂടി ആ രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എങ്ങനെ എണ്ണി നോക്കിയാൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. ആ രൂപത്തിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹമാണ് ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ഒഴിവ് സമയവും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അസുഖം വന്നാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും പ്രദേശങ്ങളിലും മഹല്ലുകളിലും നമ്മളൊക്കെ കേൾക്കാത്ത പല രൂപത്തിലുള്ള രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ രോഗം വന്നാൽ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സംഖ്യകൾ വളരെ വലുതാണ്. അതോടുകൂടി നമുക്ക് ജോലി ഭാരങ്ങൾ പേറാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. കൂടുതൽ അധിക സമയങ്ങൾ റെസ്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അത് പടച്ച റബ്ബിന്റെ വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ഒഴിവ് സമയം, നമുക്കൊക്കെ ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അതിലെ വലിയൊരു ഭാഗം നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നീട് നമ്മുടെ ജോലികൾക്കും കച്ചവടങ്ങൾക്കും ഒക്കെ വേണ്ടി വലിയ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കും. എന്നാൽ ഓരോ ദിവസങ്ങൾ, ഓരോ 24 മണിക്കൂർ കഴിയുമ്പോഴും
നമ്മുടെ മരണത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങുകയാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, ഒഴിവ് സമയങ്ങൾ, നമ്മുടെ ആരോഗ്യങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു എന്നൊരു ആത്മപരിശോധന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒഴിവ് വേളകളിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ദിക്റുകൾ ചൊല്ലാനും അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിന് വേണ്ടിയും നന്മകൾക്കൊക്കെ വേണ്ടി നമ്മൾ പരമാവധി സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും നമ്മുടെയൊക്കെ ആയുസ്സിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അത് അനാവശ്യപരമായ കാര്യങ്ങൾക്ക്, ഇപ്പൊ ഞാനടക്കം മൊബൈൽ ഫോണുകളിലും അതേപോലെ തന്നെ നമ്മുടെ ജോലികൾക്ക് വേണ്ടിയും ഉറങ്ങുന്നതിന് വേണ്ടിയും ഭക്ഷണത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് സമയങ്ങൾ നമ്മളിങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. നാളെ പരലോകത്തിന് വേണ്ടി നമ്മുടെ ആയുസ്സിൽ എത്ര സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട് എന്ന ആത്മവിചാരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. മരണം എന്ന് പറഞ്ഞാൽ അതിന് സമയപരിധിയില്ല, അതിന് ഇന്ന പ്രായമില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചൊരു വാർത്തയാണ്. ചെറിയൊരു കുട്ടി സ്കൂളിൽ അവന്റെ ചെരുപ്പ് സ്കൂളിന്റെ മുകളിലേക്ക് പോയപ്പോ അത് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്, ഷോക്കേറ്റുകൊണ്ട് മരിച്ചു. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രദേശത്ത് വെച്ചാണ് നമ്മുടെ മരണം ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ഈ സമയത്ത് മരണപ്പെടുകയാണ് എങ്കിൽ പരലോകത്തിനു വേണ്ടി എന്റെ ജീവിതത്തിൽ നന്മയാണ് കൂടുതൽ അല്ലെങ്കിൽ തിന്മയാണ് കൂടുതൽ എന്ന പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്മകൾ കൂടുതലാക്കാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പള്ളികളുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, അതേപോലെ തന്നെ ഒഴിവ് വേളകളിൽ ദിക്റുകൾ ചൊല്ലാനും, ചില സമയങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. യഥേഷ്ടം പ്രസംഗങ്ങൾ ഇന്ന് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന യൂട്യൂബുകളിലും അതേപോലെ തന്നെ വാട്സപ്പുകളിലൊക്കെ നമുക്ക് യഥേഷ്ടം ലഭിക്കാൻ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ നന്നാക്കാനും ജീവിതത്തെ ആ രൂപത്തിൽ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹു ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, പണ്ഡിതന്മാരായ ആളുകൾ, അള്ളാഹുവെ അവരുടെ ഖബറിടത്ത് നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.